ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും കാരൂസ് വേൾഡിലേക്ക് സ്വാഗതം. എന്താണ് അഖിൽ മാരാർക്ക് പറ്റിയത്? അഖിൽ മാരാർ പ്രൊവോക്ക് ആവുന്നുണ്ടോ? അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. റൂം അടച്ചിരുന്ന് വീഡിയോസ് ചെയ്യുന്നവരെ തെരുവ് പട്ടികൾക്ക് സമമായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്ന് പറഞ്ഞു കേട്ടു. എന്നിട്ടെന്തേ അഖിൽ മാരാരെ, നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് കുറേ യൂട്യൂബേഴ്സിനെ വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തി എല്ലാം പറഞ്ഞുറപ്പിച്ച് PR വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടാണ് അദ്ദേഹം ബിഗ് ബോസിലേക്ക് പോയെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആരോപിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളെ എല്ലാവരും ഇങ്ങനെ കൂട്ടമായി അറ്റാക്ക് ചെയ്യുന്നു? അതൊരു ക്വസ്റ്റ്യനാണ്. ഡോക്ടർ റോബിൻ്റെ ഫാൻസാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് താങ്കൾ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയൊന്നുമല്ല. താങ്കളിൽ നിന്ന് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, അത്രമാത്രം. അന്ന് താങ്കൾ മീറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയ ആൾക്കാരും കുറച്ച് PR വർക്കേഴ്സും കൂടെ ചേർന്ന് താങ്കളുടെ തെറ്റുകൾ മറച്ചിരുന്നു എന്നത് സത്യം. ഇപ്പോൾ അവർ തിരിഞ്ഞ് ഡോക്ടറിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടും താങ്കൾക്ക് ഒരുപടി മേല് തന്നെയാണ് ഡോക്ടർ എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുവാണ്. താങ്കൾ പണ്ടേതോ എടുത്ത ഒരു പോളിങ്ങിൻ്റെ ലിസ്റ്റ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് താങ്കൾ പറയുകയാണ് എന്തുകൊണ്ടും ഡോക്ടറിനേക്കാളും ഫാൻസാണ് എനിക്കുള്ളത് എന്നൊക്കെ താങ്കൾ കള്ളം പറഞ്ഞതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തിനാണ് മാരാരെ ഇങ്ങനൊരു വാഗ്വാദത്തിനൊക്കെ പോകുന്നത്? താങ്കളുടെ വില താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ താങ്കളുടെ സംസാരത്തിലൊരു ധാർഷ്ട്യമുണ്ട്, അത് സ്വാഭാവികം. അത് ഇവിടെ പല യൂട്യൂബേഴ്സും മുതലെടുക്കുന്നു എന്ന് മാത്രം. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഡ്രാമ മാത്രം. താങ്കളൊരു പഴഞ്ചനാണെന്നും തനി നാട്ടുംപുറത്തുകാരനാണെന്നും ഒക്കെ നമ്മൾക്കറിയാമല്ലോ. പിന്നെ താങ്കളുടെ ഈ ഒരു സംസാരമാണ് താങ്കൾക്ക് ശത്രു. അതൊന്ന് മാറ്റിപ്പിടിച്ചാൽ ഈ ജനങ്ങൾ മൊത്തം താങ്കളുടെ കൂടെ ഇനിയും ഉണ്ടാവും. ഒന്നോർക്കുക, പലരും പറയുന്നുണ്ട് അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഒന്നും കാര്യമാക്കണ്ട. താങ്കളും താങ്കളുടെ ഭാര്യയും പൊങ്ങച്ചമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ താങ്കൾ മറന്നേക്കൂ. ഇതൊക്കെ സൈബർ ബുള്ളിങ് അല്ലേ, സൈബർ ബുള്ളിങ്ങിൻ്റെ കാലമല്ലേ. പക്ഷെ എന്ത് പറഞ്ഞാലും താങ്കൾക്കൊരിക്കലും ഡോക്ടർ റോബിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റില്ല. താങ്കൾക്ക് താങ്കളുടേതായ കഴിവുണ്ടായിരിക്കും, വ്യക്തിത്വം ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ഈ മാറ്റിപ്പറയുന്ന ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റിയാൽ ഓക്കെ. അദ്ദേഹത്തെ സാമ്യപ്പെടുത്തി പറയാനൊന്നും താങ്കൾ ആയിട്ടില്ല. ഡോക്ടർ റോബിൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വേറൊരു ലെവലാണ്, വേറെ ലെവൽ. പൊളി ഫിറോസ് പറയുന്ന കേട്ട് താങ്കൾ എന്തിനാണ് പ്രൊവോക്ക് ആവുന്നത്? ഫിറോസിൻ്റേതായ കുറേ ഫാൻസ് ഉണ്ട്. എത്ര വർഷമായിട്ട് അദ്ദേഹം കടന്നു വന്ന വഴികൾ അങ്ങനെയാണ്. എന്തുമാത്രം പ്രോഗ്രാം ചെയ്ത് എത്രയോ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ് പോളി ഫിറോസ്. അദ്ദേഹം തോറ്റെന്ന് വെച്ച് അദ്ദേഹത്തിന് കഴിവില്ല എന്നല്ല. അദ്ദേഹത്തിൻ്റേതായ കഴിവുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് ഫിറോസ്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. താങ്കൾ വെറുതെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? യൂട്യൂബിൽ അരി വാങ്ങിക്കണമെങ്കിൽ കുറച്ച് എന്നെ കൂടി എടുത്ത് വീഡിയോസ് ചെയ്തോ എന്നൊക്കെ അദ്ദേഹത്തിനോട് പറയുന്നത് മോശമല്ലേ? താങ്കൾ അങ്ങനെ പറയുന്നത് കപ്പ് കിട്ടി എന്ന് വെച്ച് ഒരുപാട് അങ്ങനെ കളിയാക്കാൻ പാടില്ലല്ലോ. അവരും കഴിവുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ്. പിന്നെ താങ്കൾ പറയുന്ന ചില യൂട്യൂബേഴ്സ് കണക്ക് കൂട്ടി താങ്കൾക്കെതിരെ വീഡിയോസുകൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ അത് താങ്കളുടെ ഒരു ധാർഷ്ട്യ സ്വഭാവം കൊണ്ടും താങ്കളുടെ വെല്ലുവിളി കൊണ്ടും താങ്കൾക്ക് മാത്രമേ നട്ടല്ലുള്ളൂ എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഒന്ന് മാറ്റിപ്പിടിക്കൂ. താങ്കളുടെ ഈ ധാർഷ്ട്യ സ്വഭാവം ഒന്ന് മാറ്റിപ്പിടിക്കൂ. താങ്കൾ ഇപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് താങ്കളെ വിളിക്കുന്നു, താങ്കൾ നേരെ പോകുന്നു, പ്ലേ ചെയ്യുന്നു, കപ്പ് വാങ്ങിക്കുന്നു, വീട്ടിൽ വരുന്നു എന്നൊരു രീതിയാണ് താങ്കൾ ശ്രമിക്കുന്നത് ജനങ്ങളിലേക്ക് അറിയിക്കാൻ. പക്ഷേ താങ്കൾ അതിനു മുന്നേ ഒരുപാട് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തെന്നാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. കുറേ യൂട്യൂബേഴ്സിനെ വിളിക്കുന്നു, രഹസ്യമായിട്ട് മീറ്റിംഗ് നടത്തുന്നു, PR വർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയിട്ടാണ് താങ്കൾ ബിഗ് ബോസിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ടും എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നു. താങ്കൾ തന്നെയാണ് ബോസ് എന്ന് താങ്കൾ അവിടെ വരുത്തി തീർക്കുന്നു, കപ്പടിക്കുന്നു. ഇതൊക്കെയാണ് താങ്കൾ ചെയ്തിരിക്കുന്നതെന്നാണ് യൂട്യൂബേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ചെറിയ ചെറിയ സത്യങ്ങളൊക്കെ അതിനകത്തില്ലേ മാരാരെ? ചുമ്മാതെ അവർ പറയുമോ? ഞാൻ താങ്കളെ കുറ്റപ്പെടുത്താൻ ആരുമല്ല, ഞാൻ കുറ്റപ്പെടുത്തിയതുമല്ല. ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് താങ്കളെ ഇഷ്ടവുമാണ്. താങ്കളുടെ ചില സ്വഭാവങ്ങൾ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ താങ്കൾ സൂപ്പറാണ്. താങ്കൾ ഇനി അങ്ങാണ് മുണ്ടുപൊക്കി കാണിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അവരാരും ഈ മീറ്റിങ്ങിന് വരാത്തത്. അല്ലാതെ നട്ടല്ലില്ലാത്തത് കൊണ്ടും ചങ്കുറ്റമില്ലാത്തത് കൊണ്ടും ഒന്നുമല്ല. കേട്ടോ മാരാരെ? താങ്കൾ പറയുകയുണ്ടായി ഫോണിലൂടെ സംസാരിക്കണ്ട, യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ഒരു ദിവസം വരിക, മീറ്റിംഗ് നടത്താം, നമുക്ക് ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു തരാം എന്നൊക്കെ താങ്കൾ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ താങ്കൾക്ക്? അവരാരും താങ്കളുടെ അടുത്തേക്ക് വരാത്തതും ഫുഡ് കഴിക്കാത്തതും താങ്കളെ പേടിച്ചിട്ട്.
താങ്കൾ ഇനി എങ്ങാനും പ്രൊവോക്കായിട്ട് അവരെ മുണ്ടുപൊക്കി കാണിച്ച് കളഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് അവർ വരാത്തത്. അല്ലാതെ ഇവിടെ ചങ്കുറ്റത്തിൻ്റെയും നട്ടെല്ലിൻ്റെയും ഒന്നും ഉറപ്പിൻ്റെ ബേസിലല്ല കേട്ടോ.